ഈ പ്രാർത്ഥന ഒട്ടും ശരി. എടാ അവളെത്ര സിൻസിയറാണ് നിന്നെ സ്നേഹിച്ചത്, എന്നിട്ട് നീ എന്തുന്നാ കാണിക്കണത്? ഒരുമാതിരി ഭ്രാന്തായ പോലെ. കുട്ടിക്കാലം മുതലേ ആരും എന്തോ എന്നെ പിന്തുടരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒന്നും എനിക്കറിയാം, അതിന് നല്ലതിനല്ല. തുടങ്ങിയാണ് ഫിലോസഫി. ജീവിക്കണോ വേണ്ടയോ എന്ന് പോലും വരുന്ന അവസ്ഥയിലാണ് എനിക്ക്. എടാ നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല. എടാ എടാ ഒക്കെ നിന്റെ ഒരു തോന്നലാടാ. എല്ലാം ശരിയാവും. ഏതായാലും നീ അപ്പൻ്റെ കൂടെ നാളെ ഡോക്ടറെ കാണാൻ പോണത്. ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനം. ഇതിലൂടെ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗം ഭേദമാക്കാൻ സാധിക്കും. ബട്ട് പൂർണ്ണമായ ഹീലിംഗ് അതൊരു സർജറിന് മാത്രമേ നമുക്ക് ഭേദമാക്കാൻ സാധിക്കും. എൻ്റെ സുഹൃത്തും അറിയപ്പെടുന്ന സീനിയർ സർജൻ കൂടിയായ ഡോക്ടർ ജോയ് മാത്യു, അദ്ദേഹത്തോട് ഞാൻ വിവരം ചോദിച്ചു. ഹലോ, സാമിൻ്റെ അച്ഛനല്ലേ? ഞാൻ ചന്ദ്രബോസ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. സാം മരിച്ചതിൻ്റെ പിറ്റേ ദിവസം അയാൾ എന്നെ കാണാൻ വന്നിരുന്നു. 100% സക്സസ് ആകേണ്ടിയിരുന്ന ആ ഓപ്പറേഷൻ ഫെയിലായതിൻ്റെ പരിഭ്രാന്തിയിലായിരുന്നില്ല അയാൾ. പെട്ടെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ യുക്തിബോധത്തിനെതിരായതുകൊണ്ടോ അന്ന് ഓപ്പറേഷൻ റൂമിൽ ഡോക്ടറിൻ്റെതും സാമിൻ്റെതുമല്ലാത്തതുമായ ഒരു നിഴൽ അവിടെ ഉണ്ടായിരുന്നു. സാം എന്നും പറയാറുള്ളതുപോലെ ഒരു സൈലന്റ് പാർട്ട്ണർ.